IVF-ന്റെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എംബ്രിയോസിനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് പേഷ്യന്റിന്റെ ബോഡി ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ എടുത്ത ഇഞ്ചക്ഷനും വളർന്ന അണ്ടങ്ങളും എല്ലാം കൂടെ നാച്ചുറൽ സ്റ്റേറ്റ് ആവാൻ വേണ്ടി 1-2 മെൻസ്ട്രൽ പീരിയഡ്സ് വേണ്ടി വരുമായിരിക്കും. അത്രയും സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പേഷ്യന്റിന്റെ അടുത്ത പീരീഡിന്റെ 2nd ഡേ ഓർ 3rd ഡേ തൊട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. ഈ മെഡിസിൻസ് എഗ് വളരാൻ വേണ്ടിയിട്ടല്ല, യൂട്രസിന്റെ ഇന്നർമോസ്റ്റ് ടിഷ്യൂ, ആ എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ നല്ല രീതിയിൽ വളരാനും ഒരു എംബ്രിയോനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻസ് ആണ്. അപ്പോൾ ഇത് നമ്മളൊരു 10-12 ദിവസം എടുക്കുമ്പോഴത്തേക്കും യൂട്രസ് റെഡി ആണെങ്കിൽ, അതായത് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, ആ എൻഡോമെട്രിയത്തിന്റെ തിക്നെസ്, പിന്നെ അതിന്റെ പാറ്റേൺ, നമ്മൾ സ്കാനിൽ കാണുമ്പോൾ അതിന്റെ പാറ്റേൺ, പിന്നെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ, ഇതെല്ലാം ഓപ്റ്റിമം ആണെങ്കിൽ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫറിലോട്ട് പോകും. സോ ഇത് അനസ്തീഷ്യ ഇല്ലാണ്ട് തന്നെ ഈ IUI പോലത്തെ ഒരു ചെറിയ പ്രൊസീജിയറാണ്. നമ്മൾ ആ ഫ്രോസൺ ആയിട്ടുള്ള എംബ്രിയോസിൽ നിന്ന് 2-3 നല്ല ക്വാളിറ്റി എംബ്രിയോ എടുത്ത് കത്തീഡ്രലിലാക്കി IUI ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ പേഷ്യന്റ് പ്രഗ്നന്റ് ആയോ ഇല്ലയോ എന്ന് അറിയുന്നത്.